നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ മാറ്റം സംഭവിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളാണ്. കർക്കിടക പിറവിയോടുകൂടി തന്നെ വളരെ ഉത്തമമായിട്ടുള്ള സമയമായതിനാലാണ് ഇവിടെ പറയുന്നത്. ദൈവഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ്. ഇത്രയേറെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളിൽ നിന്ന് മറികടക്കുന്ന ഒരു സമയഘട്ടം കൂടിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വളരെ ഉയർച്ചയാണ് ഭവിക്കാൻ പോകുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധ്യമാകുന്ന ഒരു സമയം കൂടി. കഷ്ടകാലങ്ങളൊക്കെ അകന്ന് സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് വന്ന് ഭവിക്കാൻ പോകുന്നത്. അതിനാൽ ഇതുവരെ സങ്കടകരമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ അകന്നു സന്തോഷമായിട്ട് കേശരി യോഗം എന്ന് പറയുന്ന അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷമായിട്ട് ഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ഒരുപാട് വിഷമഘട്ടങ്ങളിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട്, ഇനി എങ്ങനെയാണ് ജീവിതം കരകയറുമോ എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ എങ്ങനെയാണെന്നുള്ള ഒരു മനോവിഷമത്തോട് കൂടിയിട്ടുള്ള അവസരങ്ങളിലെല്ലാം ദൈവാനുഗ്രഹത്താൽ ഒരു വഴി തെളിയുന്ന ഒരു സമയമാണ്. അതിലൊരു വെളിച്ചം കാണിക്കുന്നു. ദൈവത്തിൻ്റെ സർവ്വ ഐശ്വര്യവും ഭവനത്തിൽ വന്നു ചേരുന്നതാണ്. അത്രയ്ക്ക് പ്രകാശം നിങ്ങളുടെ ഭവനത്തിൽ വന്നു ചേരുന്നതാണ്. എത്രയൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും തരണം ചെയ്യാനുള്ള ഒരു മനോധൈര്യം, അതാണ് ഇവിടെ അത്രയ്ക്ക് പ്രകാശം ഭവിക്കാനുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ വഴി തെളിയുന്നത്. അത്ര ആത്മവിശ്വാസത്തോടു കൂടി ഭഗവാനിൽ സമർപ്പിക്കുക. ദേവീദേവന്മാരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടുള്ള വ്യക്തികളാണ്. അതിനാൽ ദൈവാനുഗ്രഹം വളരെ കൂടുതലുള്ള സമയമാണ്. കർക്കിടക പിറവി തന്നെ ഒരു വെളിച്ചം നിശ്ചിതമായിട്ടും ഭവനത്തിൽ വന്നു ഭവിക്കുന്നതാണ്. ശത്രുക്കളാൽ വളരെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളിൽ നിന്നും ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടാവാം അല്ലേ? വളരെ വിഷമഘട്ടങ്ങളായിരുന്നു. ഇത്ര തന്നെ വിശ്വസിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ് ശത്രുക്കളായിട്ട് ഭവിച്ചിരുന്നത്. എന്നാൽ അറിയുമ്പോഴുള്ള ഒരു മനോവിഷമം, ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്തെല്ലാം ഗുണങ്ങളാണ്, എന്തെല്ലാം പ്രവൃത്തിയിലൂടെയാണ് മറ്റുള്ളവരെ ഞാൻ നോക്കിയിരുന്നത്, ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നു എന്നുള്ള അവസ്ഥകളായിരുന്നു അല്ലേ? എല്ലാം സന്തോഷപ്രദമായിട്ട് ഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ തടസ്സങ്ങളുടെ പെരുമഴയല്ല, സന്തോഷങ്ങളുടെ പെരുമഴയാണ് വന്ന് ഭവിക്കാൻ പോകുന്നത്. അത്രയ്ക്ക് രാമായണ മാസമല്ലേ ഭവിക്കാൻ പോകുന്നത്. ശ്രേഷ്ഠമായിട്ടും ദിനങ്ങൾ പ്രതി സന്തോഷപ്രദമാവുന്നതാണ്. അതിലുപരി സന്താനങ്ങളാൽ അറിയപ്പെടുന്ന സ്ഥാനമാനങ്ങൾ ലഭ്യമാകുന്നൊരു സമയം കൂടിയാണ്. സന്താനങ്ങൾക്ക് ഉയർന്ന ജോലി സമ്പാദിക്കാനും ധനപരമായിട്ട് മുന്നേറാനുമുള്ള ഒരു സമയം കൂടി കാണുന്നുണ്ട്. നക്ഷത്രങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. അശ്വതി, ചോതി, അവിട്ടം, പൂരാടം, ചിത്തിര, അനിഴം, അത്തം, പൂയം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതമാണ് കർക്കിടക പിറവിയോടുകൂടി അത്യുന്നതിയിലെത്താൻ പോകുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സഫലമാകുന്നൊരു സമയമാണ്. അതിലുപരി സന്താനങ്ങളാൽ വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു കുടുംബജീവിതവും ആയിരിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രയാസങ്ങളും അകന്ന് സന്തോഷപ്രദമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറുന്നൊരു സമയം കൂടിയാണ്. ഒരുപാട് ശത്രുക്കളാൽ വളരെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളിൽ നിന്നും മറികടന്ന് അതിസന്തോഷമായിട്ടുള്ളൊരു ഭവനമാണ് വന്ന് ഭവിക്കാൻ പോകുന്നത്. തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറിമറിഞ്ഞു സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ദിനമായിരിക്കും. ആരോഗ്യവും സന്തോഷവും